Good morning. നമ്മുടെ ക്ലാസ്സിൽ കാൾ പിയേഴ്സൺസ് മെത്തേഡ് ഓഫ് സ്ക്യൂനെസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൗ ടു കാൽക്കുലേറ്റ് സ്ക്യൂനെസ് യൂസിങ് കാൾ പിയേഴ്സൺസ് സ്ക്യൂനെസ് ഇക്വേഷൻ. ഇപ്പോൾ നമുക്കറിയാം കാൾ പിയേഴ്സൺസ് സ്ക്യൂനെസ് ഇക്വേഷന് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കാൽക്കുലേറ്റ് സ്ക്യൂനെസ് യൂസിങ് കാൾ പിയേഴ്സൺസ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു ജെ പി വെച്ചിട്ടാണ് സ്ക്യൂനെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. JP is equal to mean minus mode by standard deviation. ഇതാണ് ഇക്വേഷൻ, മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, അതായത് എക്സ് വാല്യൂസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ക്യൂനെസ് കാണുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ മോഡ് തരാത്ത കേസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ മോഡ് തന്നിട്ടില്ല, മോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മീഡിയൻ യൂസ് ചെയ്തിട്ട് കാണാം. അങ്ങനെ 2 എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് വെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുക? എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡാറ്റ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ വാല്യൂസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ ഫസ്റ്റ് ഐറ്റം നോക്കുകയാണെങ്കിൽ വാല്യൂ 10 തന്നിട്ടുണ്ട്, 10ൻ്റെ ഫ്രീക്വൻസി 2 തന്നിട്ടുണ്ട്. അടുത്തത് വാല്യൂ 11, അതിൻ്റെ ഫ്രീക്വൻസി 4. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വാല്യൂസും ഉണ്ട്, അതിൻ്റെ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഹൗ ടു കാൽക്കുലേറ്റ് ദ സ്ക്യൂനെസ് when the distribution is a frequency distribution. അപ്പോൾ നമ്മളുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് നമ്മളോട് കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. നമുക്കറിയാം സ്ക്യൂനെസിൻ്റെ ഇക്വേഷൻ തന്നെയാണ് JP is equal to mean minus mode by standard deviation. ഇനി ഇവിടെ മാറ്റം വരിക ഇക്വേഷനിൽ ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെയും നേച്ചർ അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ മീന്, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഫസ്റ്റ് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എന്താണ് മീന്? മീൻ മീൻസ് എക്സ് ബാർ അല്ലേ? മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. മീന് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ എക്സ് ബാർ, ഈ മീന് എക്സ് ബാർ എങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ബൈ എൻ. സിഗ്മ എഫ് ബൈ എൻ അത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ മീൻ കാണുക സിഗ്മ എഫ് ബൈ എൻ, അതായത് ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെയും എഫ് കാണണം. എഫ് എന്ന് പറയുന്നത് എന്താ? എഫ് ഇൻറ്റു എക്സ് ബൈ എൻ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം തരുമ്പോൾ മീൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സിഗ്മ എഫ് ബൈ എൻ വേണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വരച്ച് നോക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് വാല്യൂസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിൽ നിന്നും കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീന് നമ്മൾ എങ്ങനെ കാണുക? മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ബൈ എൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മൾ കോളം വരക്കുക. എന്തൊക്കെ ഡാറ്റാസ് ആണോ നമുക്ക് വേണ്ടത് അതിൻ്റെയൊക്കെ കോളം വരക്കുക. ഫസ്റ്റ് നമുക്ക് എക്സ് വേണം, ദെൻ എഫ് ഫ്രീക്വൻസി വേണം. അപ്പോൾ നമുക്ക് മനസ്സിലായി മീന് കാണണമെങ്കിൽ നമുക്ക് എഫ് വേണം. അപ്പോൾ എഫ് ഒരു കോളം വരക്കുക, എക്സ് എഫ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ മീന് കാൽക്കുലേറ്റ് ചെയ്യുക സിഗ്മ എഫ്. നമ്മൾ എഫ് ഇൻറ്റു എക്സ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ബൈ എൻ മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അങ്ങനെയാണ് നമുക്ക് മീന് കാണാം. ഇനി ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഹൗ ടു കാൽക്കുലേറ്റ് മോഡ്. ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മോഡ് ഈസ് ഈക്വൽ ടു the value that is having the largest frequency. നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡ് നമ്മളെങ്ങനെ കാണാം? സാധാരണ കേസിൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഏതാണോ അതാണ് മോഡ്. അങ്ങനെയായിരുന്നു നമ്മൾ സാധാരണ കേസിൽ മോഡ് കണ്ടിരുന്നത്. ഇനി ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എടുത്ത് നോക്കുക. എന്നിട്ട് ഫ്രീക്വൻസി ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ടേബിളിൽ 2, 4, 10, 8, 5, 1 ഉണ്ട്. ഇതിൽ ഏതിലാണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ വരുന്നത്? 10 അല്ലേ? 2, 4, 10, 8, 5, 1.
അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 10 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ വരുന്നത് അതിൻ്റെ വാല്യൂ ആണ് മോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയസ്റ്റ് വാല്യൂ വരുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂ ഏതാ 12. സോ ഇൻ കേസ് ഓഫ് ഇവിടെ എഴുതിയിട്ടുണ്ട് വാല്യൂ ഹാവിങ് ദ ലാർജസ്റ്റ് ഫ്രീക്വൻസി ഈസ് ദ മോഡ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി ഏറ്റവും ഹയർ 10 ആണ്, അതിൻ്റെ റെസ്പെക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പോൾ നോട്ട് എഴുതാം. മോഡ് ഈസ് ഈക്വൽ ടു the value that is having the largest frequency. Okay, the largest frequency ഏതാണ്? that is 10 ആണ് largest frequency. so the value of mode is 12. okay, the value of mode എന്താണ്? 12 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ 10-നാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് വാല്യൂ എക്സിൻ്റെ വാല്യൂ ആണ് എടുക്കേണ്ടത് മോഡായിട്ട്. അപ്പോൾ 10-ൻ്റെ റെസ്പെക്റ്റീവ് എക്സ് വാല്യൂ 12 ആണ്. അപ്പോൾ നമുക്ക് മോഡ് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ അതിന് ടേബിൾ വരച്ചു. അപ്പോൾ മീന് സിഗ്മ എഫ് എക്സ് ബൈ എൻ, മോഡ് ദ വാല്യൂ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി അതും എടുത്തു. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എങ്ങനെയാണ് കാണുക? അണ്ടർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. റൂട്ട് ഓഫ് സാധാരണ പോലെ റൂട്ട് ഉണ്ടാവും. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എഫിനെ എക്സ് സ്ക്വയർ ആയിട്ട് ഇൻറ്റു ചെയ്യുക. സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? സിഗ്മ എഫ് എക്സ് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട് മീന് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് വേണം? എക്സ് സ്ക്വയറിന് ഒരു ടേബിൾ വേണം. ദെൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിനും ഒരു ടേബിൾ വേണം. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. ആദ്യം ഇത് എഴുതുക. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് അതിനൊക്കെ വേണ്ട ടേബിൾ വരക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഇക്വേഷൻ പ്രകാരം നമുക്ക് എക്സ് സ്ക്വയർ വേണം. എക്സ് പവർ സ്ക്വയർ എക്സ് സ്ക്വയർ വേണം. പിന്നെ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, ആദ്യം എഫ് എക്സ് കാണാം, പിന്നെ എക്സ് സ്ക്വയർ കാണണം, ദെൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതാം. ക്വസ്റ്റ്യനെ നോക്കി എഴുതാം. എക്സിൻ്റെ വാല്യൂസ് 10, 11, 12, 13, 14, 15 ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. ഇനി എഫിൻ്റെ വാല്യൂസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതാം. എഫിൻ്റെ വാല്യൂസ് ഫ്രീക്വൻസി 2, 4, 10, 8, 5, 1 ഇതാണ് എഫിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എക്സ് എഴുതി, എഫ് എഴുതി. ഇനി നമുക്ക് എഫ് എക്സ് കാണണം. എഫ് ഇൻറ്റു എക്സ്. അപ്പോൾ 10 × 2 20, 11 × 4 44, 12 × 10 120, then 13 × 8 104, 14 × 5 70, then 15 × 1 15. അപ്പോൾ എഫ് ഇൻറ്റു എക്സ് ചെയ്തപ്പോൾ നമുക്ക് എഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് എക്സ് സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ എന്താ? ഈ എക്സിൻ്റെ വാല്യൂ ഓഫ് എക്സ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ എന്താ? 10. 10ൻ്റെ സ്ക്വയർ എന്താ? 100. ദെൻ 11ൻ്റെ സ്ക്വയർ 121. ദെൻ 12ൻ്റെ സ്ക്വയർ 144. 13ൻ്റെ സ്ക്വയർ 169. 14ൻ്റെ സ്ക്വയർ 196. 15ൻ്റെ സ്ക്വയർ 225. അപ്പോൾ ഓരോ എക്സ് വാല്യൂസിൻ്റെ സ്ക്വയർ കണ്ടു. ഇനി നമ്മൾ കാണേണ്ടത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയർ അല്ല, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എഫിനെ എക്സ് സ്ക്വയർ ആയിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നോക്കാം. ഫസ്റ്റ് വാല്യൂവിൽ എഫ് എന്താണ്? 2 ആണ്. 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്താ ഇവിടെ? 100. അപ്പോൾ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് 2 × 100 200 കിട്ടും. ഇനി സെക്കൻഡ് വാല്യൂവിൽ എഫ് 4 ആണ്. എക്സ് സ്ക്വയർ 121 ആണ്. അപ്പോൾ 121 × 4 484.
ഇനി മൂന്നാമത്തെ കേസിൽ എഫ് 10 ആണ്, എക്സ് സ്ക്വയർ 144 ആണ്. സോ 10 × 144 1440. ഇനി നാലാമത്തെ ഐറ്റത്തിൽ എഫ് 80 ആണ്, എക്സ് സ്ക്വയർ 169 ആണ്. സോ 8 × 169 1352. ഇനി അടുത്ത കേസ് എഫ് 5 ആണ്, എക്സ് സ്ക്വയർ 196 ആണ്. സോ 196 × 5 എഫ് എക്സ് സ്ക്വയർ കിട്ടുക 980. ദെൻ ലാസ്റ്റ് എഫ് 1 ആണ്, എക്സ് സ്ക്വയർ 225 ആണ്. സോ 225 × 1 അപ്പോൾ 225. അപ്പോൾ നമുക്ക് എഫ് × എക്സ് സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം സിഗ്മ വേണം. ഓക്കെ, ഇനി എൻ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ, അപ്പോൾ സാധാരണ കേസിൽ എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എൻ എന്ന് പറയുന്നത് n = സിഗ്മ എഫ് ആണ് കേട്ടോ. n = ഫ്രീക്വൻസിയുടെ സിഗ്മ. ഇതാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ n എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ സിഗ്മ. ഓക്കെ, അപ്പോൾ സിഗ്മ ഓഫ് എഫ് എന്ന് പറയുന്നത്, എഫ് കാൽക്കുലേറ്റ് ചെയ്ത 2 + 4 + 10 + 8 + 5 + 1 30. അപ്പോൾ n = 30. ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടണം. സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് എക്സ് = എഫ് എക്സിൻ്റെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 373 കിട്ടി. സിഗ്മ എഫ് എക്സ് ചെയ്തു. ഇനി എക്സ് സ്ക്വയർ നമുക്ക് ആവശ്യമില്ല, എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ ആവശ്യമില്ല, എഫ് എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ ആവശ്യമുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ, ഓക്കെ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ = 4681. നമ്മൾ ഈ എഫ് എക്സ് സ്ക്വയർ ചെയ്തില്ലേ, ഈ ടേബിളിൻ്റെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ 4681 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസൊക്കെ കിട്ടി. ഇനി ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജെ പി സ്ക്യൂനെസ് കാണാം. ഓക്കെ, അപ്പോൾ ജെ പി എന്താണ്, ജെ പി = മീൻ മൈനസ് മോഡ് ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മീൻ കാണാം. മീൻ എന്താ, മീൻ = സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഓക്കെ, സിഗ്മ എഫ് എക്സ് നമ്മളിപ്പോൾ കണ്ടു. എന്താണ് സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് എക്സ് എന്താണ് 373 നമുക്ക് ടേബിളിൽ കിട്ടിയിട്ടുണ്ട്. സോ 373 ബൈ n, നമ്പർ ഓഫ് ഫ്രീക്വൻസി നമുക്ക് 30 ആണെന്ന് കിട്ടി. സോ 373 / 30 = 12.43. മീന് നമുക്ക് കിട്ടി സിഗ്മ എഫ് എക്സ് ബൈ എൻ 12.43. പിന്നെ സെഡ് ഓൾറെഡി നമുക്ക് കിട്ടി. എന്താണ് സെഡ് എന്ന് പറയുന്നത് 12 ആണ്, അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താ, ഇതായിരുന്നു ഇക്വേഷൻ, √of സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് ബ്രാക്കറ്റിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഈ ഡാറ്റാസൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √of ആദ്യം എന്താണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ, എഫ് എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ വേണം നമുക്ക്. ഓക്കെ, എന്തായിരുന്നു എഫ് എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ എഫ് എക്സ് സ്ക്വയർ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഇതല്ലായിരുന്നു എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ 4681 ആണ്. അത് നമുക്ക് എടുത്തെഴുതാം.
4681 ഇതാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ ബൈ എൻ എന്താണ് 30. ഓക്കെ, മൈനസ് ഇനി ഈ ബ്രാക്കറ്റിൽ എന്താ സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. ആദ്യം സിഗ്മ എഫ് എക്സിൻ്റെ സിഗ്മ നമുക്ക് വേണം. അപ്പോൾ എഫ് എക്സിൻ്റെ സിഗ്മ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? എഫ് എക്സിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് 373 ആണ്. അതാ ഈ എമൗണ്ട് 373. അപ്പം അതെഴുതാം. 373. മൈനസ് 373. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 373 ബൈ എൻ എന്താണ് 30. ഓക്കെ, ഇനി അതിനെന്ത് ചെയ്യണം? ഹോൾ സ്ക്വയർ ചെയ്യണം. ബൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? റൂട്ട് ഓഫ് ആദ്യം നമ്മൾ 4681 ബൈ 30 ചെയ്യുക. അപ്പോൾ നമുക്ക് 156.03 കിട്ടും. മൈനസ് ഇനി 373/30. ആദ്യം 373/30 ചെയ്യാം. അപ്പോൾ നമുക്ക് 12.43 കിട്ടും. അതിൻ്റെ ഹോൾ സ്ക്വയർ 12.43 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് 154.50 കിട്ടും. 154 154.50. ഓക്കെ, അപ്പം ഇനി ഇതിനെ സോൾവ് ചെയ്യുക. റൂട്ട് ഓഫ് 156.03 മൈനസ് 154.50. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1.53. റൂട്ട് ഓഫ് 1.53 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.53. 1.53ൻ്റെ റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് 1.24 കിട്ടും. അപ്പോൾ 1.24 ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 1.24. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ എഫ് എക്സ് സ്ക്വയറിൻ്റെ സിഗ്മ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ചെയ്തു. അതിൻ്റെ റൂട്ട് എടുത്തപ്പോൾ 1.24 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജെ പി കാണണം. ജെ പി ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു. മീന് നമുക്ക് ഓൾറെഡി കിട്ടി 12.43 മൈനസ് മോഡ് നമുക്ക് ഓൾറെഡി കിട്ടി 12. ഓക്കെ, സോ മീൻ മൈനസ് മോഡ് എന്ന് പറയുന്നത് 12.43 മൈനസ് 12 ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? നമുക്ക് കിട്ടി 1.24. അപ്പോൾ ആദ്യം 12.43 മൈനസ് 12 ചെയ്യാം. അപ്പോൾ നമുക്ക് 0.43 കിട്ടും. 0.43 ബൈ 1.24. സോ സ്ക്യൂനെസ് ജെ പി ഈസ് ഈക്വൽ ടു 0.43 ബൈ 1.24 ഈസ് ഈക്വൽ ടു 0.347. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ സ്ക്യൂനെസ് കാണാം. സ്ക്യൂനെസ് കാണാൻ നമുക്ക് മീൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇതാണ്. സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ചെയ്യാം അതിൻ്റെ സിഗ്മ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ് സ്ക്യൂനെസ് അണ്ടർ എ ഫ്രീക്വൻസി distribution.